പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രബലമായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പൈശാചിക അരൂപിയാണ് കോപത്തിൻ്റെ അരൂപി. കോപം നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നില്ലേ? ഭർത്താവ് ഭാര്യയെ കുത്തിക്കുന്നു, ഭാര്യ ദേഷ്യത്തിൽ ഭർത്താവിന് വിഷം കൊടുത്തു കൊന്നു. കോപത്തിൻ്റെ അരൂപി. സഹോദരനെ ഭോഷായെന്ന് വിളിക്കുന്നവൻ കൊലപാതകിയാണെന്നാണല്ലോ പറയുന്നത്. ഒരു കോപം വളർന്നാണ്, അതൊരു പ്രവൃത്തിയിലേക്ക് വന്നാണ് കൊലപാതകമായിട്ട് മാറുന്നത്. ഇപ്പം കോപത്തിൻ്റെ അരൂപി അത് വേരോടെ പറിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കണം. കോപിഷ്ഠനായ ഭർത്താവ്, കോപിഷ്ഠയായ ഭാര്യയുള്ള കുടുംബത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ഉണ്ടാവത്തില്ല. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു ഫാമിലി എന്നെ കാണാൻ വന്നത്. ഭാര്യയും മക്കളും ഭർത്താവും കൂടി കാണാൻ വന്നേക്കാണ്. അപ്പം ഭർത്താവ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ, മറ്റാരും സംസാരിക്കുന്നില്ല. അപ്പം അതിനിടയിൽ മകള് എന്നോടെന്തോ കാര്യം സംസാരിക്കാൻ തുനിഞ്ഞപ്പോൾ ഈ അപ്പൻ നോക്കുകയാണ്, കണ്ണുരുട്ടി കാണിക്കുകയാണ്. അപ്പം മകള് പേടിച്ച് ഉരുണ്ടുപോയി. അതൊരു ഗുണ്ടകളെ പോലെ നമ്മൾ പ്രവർത്തിക്കരുത് ഒരിക്കലും. കുടുംബങ്ങളിൽ ശ്രദ്ധിക്കണം. കോപിച്ച് എല്ലാവരുടെയും വായടപ്പിക്കുന്ന സ്വഭാവങ്ങളായിട്ട് നമ്മൾ മാറരുത്. നിനക്ക് മുൻകോപം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർ സഹിക്കാനിടവരരുത്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. നമുക്ക് ആകപ്പാടെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വലിയൊരു കാര്യം മറ്റുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ നിങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾ കോപത്തിൻ്റെ അരൂപി ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവായ ദൈവമേ, സാത്താൻ എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ കോപത്തിൻ്റെ ഈ അധമവികാരത്തെ, അമിതമായ കോപത്തിൻ്റെ അരൂപിയെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ എന്ന്. പിന്നെ മെസ്സേജ് ബോക്സിൽ ഈശോയെ, എൻ്റെ കുടുംബത്തെ അങ്ങയുടെ ദിവ്യ സ്നേഹത്താൽ നയിക്കണമേ എന്ന് ടൈപ്പ് ചെയ്യുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.